ഇടുക്കി മണ്ഡലത്തിൽ പ്രചരണം കൊഴുപ്പിച്ച UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. MP എന്ന നിലയിൽ ഡീനിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്. MPയെ LDF കുറ്റപ്പെടുത്തുമ്പോഴും ജനം വിലയിരുത്തട്ടെ എന്നാണ് UDFന്റെ നിലപാട്. നമ്മുടെ ഒരു കുഞ്ഞനുജനായി കടന്നു വരുന്ന ഡീൻ കുര്യാക്കോസിനെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, ഭൂപ്രശ്നങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും രൂക്ഷമായ ജില്ലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചാണ് UDFന്റെ പ്രചരണം. കേന്ദ്ര സർക്കാർ നിലപാടുകളും സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പൊക്ക് നയവുമാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്നാണ് പ്രധാന ആരോപണം. ഇടുക്കി പാക്കേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരരേഖയായി മാറിയിരിക്കുന്നു. വാഗ്ദാന ലംഘനങ്ങളുടെ നീണ്ടൊരു പട്ടികയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളെ ചെയ്തിരിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തിന് ശ്രീ ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണം. MP എന്ന നിലയിൽ ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് CPM വിമർശനം ഇങ്ങനെ: കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ കേരളം അഭിമുഖീകരിക്കുന്ന സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പോയപ്പോൾ അതിനെതിരായിട്ടൊരു അക്ഷരം പാർലമെൻറ്റിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിലോ നടത്താൻ അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയതാരാണെന്ന് അന്വേഷിച്ചാൽ കാര്യം മനസ്സിലാകുമെന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. CPMന്റെ സംസ്ഥാന നേതൃത്വം, അത് മുഖ്യമന്ത്രിയായാലും സംസ്ഥാന സെക്രട്ടറി ആയാലും ഇനി എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും കളവ് മാത്രം പറയുന്നവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അവരുടെ ഒരു രാഷ്ട്രീയപരമായ അധപതനമാണ്. കേരളത്തിൽ നിന്നും ഉള്ള MPമാരിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം പാർലമെന്റിൽ സംസാരിച്ചത് ആര്? ഞാൻ വെല്ലുവിളിക്കുന്നു. മണ്ഡലങ്ങൾ തോറുമുള്ള പൊതുപര്യടനത്തിലാണ് UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസവും UDF ക്യാമ്പിലുണ്ട്. LDFും NDAയും പര്യടനം ആരംഭിച്ചതോടെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചൂടും കനത്തു. മീഡിയ 1 ഇടുക്കി.